ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ്. റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ പ്രതിരോധിക്കാം എന്നും സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്. എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതിയിൽ വിശദീകരിക്കാനും സർക്കാരിന് ഇതോടെ കഴിയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പരാതി നൽകിയാൽ അന്വേഷണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെയും CPIM സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാട്. എന്നാൽ ഇതിനിടയിൽ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ വെട്ടിലാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ സർക്കാർ നിലപാട് പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല ഇടതുമുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളുടെയും പ്രതിഷേധത്തിനിടയാക്കി. രഞ്ജിത്തിന് സർക്കാർ സംരക്ഷണമെന്ന ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. സിദ്ദിഖിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളും മുകേഷ്, അലൻസിയർ തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന ഒടുവിൽ സർക്കാർ തിരിച്ചറിഞ്ഞു. സർക്കാർ നിലപാടിനെതിരെയുള്ള പരസ്യ പ്രതിഷേധങ്ങൾക്കൊപ്പം ഇടതനുഭാവമുള്ള ചലച്ചിത്ര പ്രവർത്തകരും അന്വേഷണം വേണമെന്ന നിലപാടെടുത്തത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സംഘത്തിൽ 4 മുതിർന്ന വനിതാ പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടുത്തിയതിലൂടെ പ്രതിപക്ഷ ആവശ്യവും സർക്കാർ മുഖവിലക്കെടുത്തു. പ്രതിപക്ഷ ആരോപണത്തെ ഇതിലൂടെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, സാംസ്കാരിക മേഖലയിൽ നിന്നും ഉയർന്ന പ്രതിഷേധത്തെ തണുപ്പിക്കാനും കഴിയും. അടുത്ത തവണ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും വെളിപ്പെടുത്തലുകളിലുമുള്ള നിലപാട് വ്യക്തമാക്കാൻ കഴിയുമെന്നതും സർക്കാരിന് നേട്ടമാകും. 24 തിരുവനന്തപുരം.